വ്യൂവേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ എന്താണ് ബോറടിപ്പിക്കുന്ന ഇൻട്രോ ഒന്നും ഇടാതെ ജസ്റ്റ് ഡയറക്റ്റായിട്ട് നമ്മൾ മേക്കിംഗ് വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒന്നാമത് എനിക്ക് ഇൻട്രോ എടുക്കാനുള്ളൊരു ഒരു 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 എന്താ പറയുക, ഒരു മൂഡിലല്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് വീഡിയോ ഇടണമല്ലോ. അപ്പം ഇന്ന് വന്നൊരു ഓർഡറിൻ്റെ ബേസിൽ ഞാൻ ഒരു മാല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ എംബ്രോയ്ഡറി തയ്ക്കുന്ന ഒരു ത്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ആങ്കർ ത്രെഡാണിത്. എംബ്രോയ്ഡറി ത്രെഡ് എന്ന് പറഞ്ഞാലും കിട്ടും, അല്ലെങ്കിൽ നമുക്ക് മാക്രേമിൻ്റെ ത്രെഡ് എടുക്കാം. ത്രെഡ് നമുക്ക് ഏത് വേണമെങ്കിലും, കോട്ടൺ കോഡ് എടുക്കാം, സാറ്റിൻ്റെ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. കളേഴ്സും നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ കസ്റ്റമർ പറയുന്നതനുസരിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പം ഞാൻ എംബ്രോയ്ഡറിയുടെ ത്രെഡ് നമുക്ക് മാലയ്ക്ക് എടുക്കുന്നതിൻ്റെ ആ ഒരു ലെങ്തിൽ കുറച്ച് നീളത്തിലാണ് ഇത് വേണ്ടത്. അപ്പം നമുക്ക് ചിലപ്പം ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത് വേണമായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ചോദിച്ചിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എംബ്രോയ്ഡറിയുടെ ത്രെഡ് എടുത്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഏകദേശം കനം കുറച്ചിട്ടാണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞത്. അപ്പം ഞാനൊരു മൂന്ന് സ്ട്രാൻഡ് മാത്രമേ, 3 അല്ലെങ്കിൽ 4 സ്ട്രാൻഡ് എടുത്തോളുക. അത്രയും ലെങ്തിൽ ഒരു സ്ട്രിങ് നമ്മൾ അതുപോലെ ലെങ്തിൽ നമ്മളവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഒരു എംബ്രോയ്ഡറി ത്രെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആകെ കുറച്ചൊരു സാധനമാണ്. അപ്പം അത് കൂടുതലായിട്ട് വേണമെങ്കിൽ നമ്മൾ ആങ്കർ ത്രെഡ് എന്ന് പറഞ്ഞ ബോൾ പോലെ ഇരിക്കുന്നൊരു ത്രെഡുണ്ട്, അതും വാങ്ങിക്കാം. അതിനെനിക്കൊന്ന് കുറച്ചുകൂടെ വില കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊന്ന് ഒരു ബോൾ പോലെ ഇരിക്കുന്ന ആ സാധനത്തിന് 80 രൂപ എങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് ഞാൻ അത്രയായിരുന്നു വാങ്ങിച്ചത്. ഇപ്പോഴത്തെ റേറ്റ് എനിക്കറിയാം, കാരണം റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ നമുക്ക് മോത്തിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ ചോദിച്ചെങ്കിലേ അറിയത്തുള്ളൂ. മോത്തിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പോയി വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്ക് സാധനങ്ങൾ കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിക്കാമല്ലോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഓൺലൈൻ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലതായിട്ട് ബൾക്കൊക്കെ എടുക്കുമ്പോഴത്തേക്കും പോയി വാങ്ങിക്കുന്നത്. ഇപ്പം ഞാൻ ചിലപ്പോഴൊക്കെ അവിടെ പോവാറുമുണ്ട്, കാരണം പത്തനംതിട്ട ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോഴൊക്കെ പോവാറുമുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ ഈ കോട്ടൺ ത്രെഡിൻ്റെ ഈ ഒരു ബീഡ്സും അവിടെ വാങ്ങിക്കാൻ കിട്ടും. സിൽവറിൻ്റെയൊക്കെ ബീഡ്സൊക്കെ അവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതൊക്കെ നിങ്ങൾ ചോദിച്ചെങ്കിലേ അറിയത്തുള്ളൂ. ഹെയർ അക്സറിയുടെയും ഒക്കെ സാധനങ്ങളൊക്കെ അവിടെ മിക്കവാറും എല്ലാം അവിടെ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പം അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, ലോക്കറ്റ്സും ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ലോക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ഞാൻ വെളിയിലുള്ള സൈറ്റുകളൊന്നും പറയാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബൾക്കായിട്ട് അവരെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഞാൻ ഇന്നലെ ഒരു 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 യൂണിറ്റിനെ കോൺടാക്ട് ചെയ്തപ്പോഴും അവർ 3000-ന് മാത്രമേ അങ്ങോട്ട് അയക്കത്തുള്ളൂ. കേരളത്തിലോട്ടൊക്കെ എനിക്ക് അഹമ്മദാബാദിലുള്ളൊരു കൂട്ടരാണ്. അപ്പോൾ അവർ 3000-നെ ഇങ്ങോട്ട് അയക്കത്തുള്ളൂ. നമുക്ക് അത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് അവസാനം സാധനം വന്നില്ലെങ്കിൽ പൈസയും പോവും, സാധനങ്ങളും പോകുന്നു. അതുകൊണ്ട് ആ ഒരു ഇതിലാണ് ഞാൻ പിന്നെ കൂടുതലായിട്ട് വരുന്ന ഓർഡേഴ്സ് അനുസരിച്ച് മാത്രം ചെയ്തു പോകുന്നത്. പിന്നെ എന്തെങ്കിലും കസ്റ്റമൈസ്ഡ് വർക്കുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ വാങ്ങിക്കുന്നത്. അതും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. എന്നിരുന്നാൽ പോലും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആർക്കും പറഞ്ഞു കൊടുക്കാത്തത്. കാരണം ആരുടെയെങ്കിലും പൈസ പോയി കഴിഞ്ഞാൽ പിന്നെ ആ കുറ്റം കൂടെ എൻ്റെ തലയിലിരിക്കും. അതുകൊണ്ട് അപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇതുപോലത്തെ ഒരുപാട് ജ്വല്ലറിയുടെ മേക്കിംഗ് മെറ്റീരിയൽസ് വിൽക്കുന്ന ഒരുപാട് ഈ ട്രിവാൻഡ്രം ഏരിയയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചാല മാർക്കറ്റ് പോലും എനിക്കറിയത്തില്ല കേട്ടോ. ചാല മാർക്കറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ പോയിട്ടോ ഒന്നുമില്ല. അവിടെ കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ എറണാകുളം ആണെങ്കിൽ ബ്രോഡ്വേയിൽ ഞാൻ പോയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം, ബ്രോഡ്വേയിൽ വാങ്ങിക്കാൻ കിട്ടും. കുറച്ചൊക്കെ ഐറ്റംസൊക്കെ അവിടെ വാങ്ങിക്കാം. അത്യാവശ്യം ജ്വല്ലറി മേക്കിങ്ങിന് അത്യാവശ്യം ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ബീഡ്സ് ആണെങ്കിലും, പിന്നെ സ്റ്റോൺ ബീഡ്സ് ഒക്കെ ആണെങ്കിൽ കൂടുതലും എനിക്ക് തോന്നുന്നു റേറ്റ് കൂടുതലാണ്. എല്ലായിടത്തും റേറ്റ് കൂടുതലാണ്. സ്റ്റാൻഡിന് 200-ൻ്റെ ഉണ്ട്. 100 ഗ്ലാസ് ബീഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 50-നും 55-നും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അല്ലാതുള്ള അഗേറ്റ് പോലുള്ള സ്റ്റോൺ ബീഡ്സിനൊക്കെ ആണെങ്കിൽ 180-ഉം 200-ഉം ഒക്കെ റേറ്റാണ്. കാരണം സ്റ്റോൺ ബീഡ്സ് അല്ലേ, റേറ്റ് കൂടുതലാണ് അതിന് വരുന്നത്. അത് തന്നെ കളറ് പോകുന്നതും ഉണ്ട്, കളറ് പോകാത്തതും ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പുകളുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തത്തുള്ളൂ. അപ്പം ഞാൻ കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ത്രെഡ് ടൈപ്പ്, കൂടുതലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ത്രെഡ് ടൈപ്പ് മാലകളാണ്. സ്റ്റോൺ ബീഡ്സിനെ ചിലപ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അത് പ്രത്യേകിച്ചൊന്നുമില്ല. സ്റ്റോൺ ബീഡ്സ് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് കൊടുത്താൽ പോരെ. പിന്നെ ആണെങ്കിൽ ഫാബ്രിക്കിൻ്റെ ജ്വല്ലറീസ് ചെയ്യാറുണ്ട്. അതിൻ്റെയൊക്കെ MDF ബോർഡ്സ്, കട്ടൗട്ട്സ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിലരാണെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് ജ്വല്ലറീസ് ഉണ്ടാക്കുക, ആ ഒരു തീം വെച്ചിട്ട് ജ്വല്ലറീസ് ഉണ്ടാക്കി എടുക്കുന്നവരുണ്ട്.
അതൊക്കെ ഓരോരുത്തരുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഐഡിയാസാണ്. അത് ക്ലിക്കാവുമ്പോഴാണ് പിന്നീട് പല ആൾക്കാർ അതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ മാലകൾക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു 180, 150, 200 ആ റേഞ്ച് കൊടുക്കാൻ പറ്റും. കാരണം ഈ ലോക്കറ്റിൻ്റെ റേറ്റ് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 35 50 എങ്ങാണ്ടാണ് ഈ ലോക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതുപോലെ പല പല ലോക്കറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ സമയമെടുത്ത് തപ്പി കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ മോത്തി സ്റ്റോറിൽ ഈ സാധനങ്ങളൊക്കെ പണ്ട് ഞാൻ വാങ്ങിക്കുമായിരുന്നു. എൻ്റെ കയ്യിൽ ഒരുപാട് ഐറ്റംസ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഞാനിങ്ങനെ ഇപ്പോൾ പർച്ചേസിങ് കുറവാണ്. ഇടയ്ക്കൊക്കെ യുണീക്ക് ആയിട്ടുള്ള ഐറ്റംസ് ഓരോരുത്തരിങ്ങനെ പറയുമ്പോഴാണ് നമ്മളത് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം പിന്നെ സെയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടും വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ദിവസം 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യം പഠിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഒരു മെയിൻ ജോലി എന്നുള്ള രീതിയിൽ തന്നെ ഇത് കണക്കാക്കി എടുത്തെങ്കിൽ നമുക്ക് മുന്നോട്ട് പിടിച്ചു നിന്ന് പോകാൻ പറ്റും. കാരണം ഒരുപാട് കോമ്പറ്റീഷൻസ് ഇതിനകത്തുള്ളതാണ്. അപ്പം മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് തപ്പി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. റിസർച്ച് ചെയ്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടേതായ രീതിയിൽ ഐഡിയാസ് ഇറക്കുമ്പോഴാണ് ഒരുപാട് സെയിൽ നമുക്ക് വരുന്നത്. അപ്പം നമ്മൾ സെയിൽ നടക്കുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കാതെ എന്തുകൊണ്ടാണ് സെയിൽ നടക്കാത്ത എന്നതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു മാലയുടെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്. കുറച്ച് സ്ലോ ആയിട്ടാട്ടോ ഇത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഐറ്റംസിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് ഇത് മനസ്സിലാകും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ്. ബൈ.